ഒന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്താണ് പറയുന്നത് എന്നുള്ളത്. വീണ്ടും വീണ്ടും കൺസെപ്റ്റ് ഇങ്ങനെ പറയിപ്പിക്കാതെ പറഞ്ഞു തരാം, പക്ഷെ പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, അത് എന്താണ് പറയുന്നത് എന്നുള്ള ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് പറയുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ, മൊഡ്യൂൾ 1 ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. അപ്പോൾ ആ പേരിൽ നിന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കുമ്പോൾ, നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ, ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ പേര് കേട്ടാൽ തന്നെ നമുക്ക് എന്താണെന്ന് മനസ്സിലാകണം. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അതിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പം ആ ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു വാക്കായിരിക്കും, അല്ലെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ വേർഡായിരിക്കും അതിൽ ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എന്താ അറിയോ ആർക്കില്ല? എനർജിയുടെ യൂണിറ്റ് എന്താണെന്ന്? ജൂൾ. അതെങ്ങനെയാ ജൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, അതും പോട്ടെ. പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ട്. വാട്ട്. ആ വാട്ട് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ജൂൾ പെർ സെക്കൻഡ് അല്ലേ? ജൂൾ പെർ സെക്കൻഡിനെ അല്ലേ വാട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ജൂൾ എന്ന് പറഞ്ഞാൽ എന്താ? എനർജി. പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം. എനർജി ബൈ ടൈം. അപ്പോൾ ആ യൂണിറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എങ്ങനെയാണ് അത് വന്നതെന്നും അതിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഏതൊരു ഇപ്പം ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ആണ്, അത് നമ്മൾ പഠിക്കുമ്പോൾ കാണാതെ ചുമ്മാ അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എവിടെ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഗേറ്റിന് പോലുള്ള എക്സാംസിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. അത് നമുക്ക് ഈ പഠിച്ച ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഗ്രാഫും അത് ഡിറൈവ് ചെയ്യാനും ഒന്നുമല്ല ചോദിക്കുന്നത്, അതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്, എവിടെയാണ് ആപ്ലിക്കേഷൻ വരുന്നത്, അതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. ഓക്കെ, എന്തോ ഒരു ക്രിട്ടിക്കൽ തിക്നെസ് ആണ്, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള സാധനമാണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു ഇൻസുലേഷനെയാണ് ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ പേരിൽ നിന്ന് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ആദ്യമേ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക, പിന്നെ വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ നമ്മളൊരു ഇൻസുലേഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നമ്മുടെ വീട്ടിൽ കൂടെ ഉള്ള അകത്ത് എന്താ വയർ എടുക്കുന്നു, കറണ്ട് പോയിരിക്കുന്ന വയർ എടുക്കുന്നു. ആ വയറിൻ്റെ മണ്ടയ്ക്ക് എന്താ, അകത്ത് കോപ്പർ വയർ, അതിൻ്റെ പുറത്തുകൂടെ എന്താ നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലേ? അതിൻ്റെ പുറത്തുകൂടെ ഇൻസുലേഷൻ, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചുമന്ന, പല കളറിലുള്ള ചുമന്ന, പച്ച, മഞ്ഞ, അങ്ങനെ പല കളറിലുള്ള വയറുകളില്ലേ. അപ്പോൾ ആ വയറിൻ്റെ അകത്ത് എന്താണ്? കോപ്പർ വയർ. അതാണ് എന്ത്, കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പുറത്ത് നമ്മൾ എന്തിനാണ് ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നത്? ഒന്ന് കറണ്ട് അടിക്കാതിരിക്കാൻ വേണ്ടി, അല്ലേ? അപ്പോൾ നമ്മൾ ഇൻ കേസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻസുലേഷൻ എന്തിനാണ് കൊടുക്കുന്നത്? ഇപ്പോൾ ഒരു ഫ്ലാസ്ക്, അതിൻ്റെ പുറത്ത് ഇൻസുലേഷൻ കൊടുക്കുന്നത് എന്താണ്? ഹീറ്റ് വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഹീറ്റ് വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ദെൻ അകത്തുനിന്ന് വെളിയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടോ വൈശാഖ്? ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. അക്ഷയ് എം ബി ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ വേറൊരു പരിപാടിക്കും പോകാതെ, വേറൊരു ചാറ്റും ചെയ്യാതെ ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ആ സ്ക്രീനിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. വേറെ പരിപാടിക്ക് പോയാൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, കുറച്ച് നേരം പഠിപ്പിക്കുന്നുള്ളൂ, ഒറ്റ ടോപ്പിക്കേ പഠിക്കുന്നുള്ളൂ, അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇൻസുലേഷൻ നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാം എന്താണ്. നമ്മൾ ഹീറ്റിൻ്റെ കേസിൽ പറയുവാണ്, ഇലക്ട്രിക്കൽ കറണ്ട് അടിക്കുന്ന കാര്യത്തിൽ പറയുമല്ല, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കേസിൽ പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലേഷൻ കൊടുക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു? ഹീറ്റ് അകത്തേക്ക് കയറുന്നു, സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കും സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് പോകുന്നതും എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് ചെയ്യുന്നു, തടയുന്നു. ഓക്കെ, അതാണ് മെയിൻ ഇൻസുലേഷൻ്റെ നമ്മുടെ ഗുണമെന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ചില സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു? ഈ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് റെഡ്യൂസ് ചെയ്യുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ചില കേസുകളിൽ എന്താകുന്നുണ്ട്? ഈ ഹീറ്റ് ട്രാൻസ്ഫർ ഈ ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ കൊടുക്കുന്ന ഉദ്ദേശം, ഇൻസുലേഷൻ കൊടുക്കുന്നത് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകാൻ പാടില്ല, പക്ഷേ ചില കേസിൽ ഉണ്ടാകുന്നുണ്ട്. ആ കേസ് ഏതാണ്? ഇനി ആ കേസിനെ എങ്ങനെ ഒഴിവാക്കാം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ് us see how it is occurred. Then
ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് ഏരിയ. നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ അവിടുത്തെ ഏരിയയ്ക്ക് പ്രൊപ്പോർഷണലാണ്. അത് ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ കൂടുമെന്നറിയാം. ഓക്കെ, ഓഫ് ദ സിലിണ്ടറിൻ്റെ കേസിൽ. ആൻഡ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ തിക്നെസ് ഓഫ് ദ പ്ലെയിൻ. അതായത് തിക്നെസ് എന്താണ്? എക്സ്. ആ തിക്നെസ്, അതായത് ആ ഇൻസുലേഷൻ്റെ തിക്നെസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ കുറയും. അതായത് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഏരിയയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതേപോലെ തിക്നെസ്സിന് എന്താണ്? ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അത് മനസ്സിലാക്കുക. ഏരിയ കൂടുമ്പോൾ എന്ത് കൂടും? ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. ഇനി തിക്നെസ് കൂടുമ്പോൾ എന്ത് കൂടും? ഈ പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ കുറയും. ഓപ്പോസിറ്റ്. ഓക്കെ, ഇഫ് വി ആഡ് ദ ഇൻസുലേറ്റർ അറൗണ്ട് ദ കേബിൾ ഓർ സിലിണ്ടർ. ഓക്കെ, ദെൻ നമ്മളൊരു സിലിണ്ടറിൻ്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ ഒരു കേബിളിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇൻസുലേറ്റർ അതായത് ആഡ് ചെയ്യുകയാണ്. ഇറ്റ്സ് തിക്നെസ് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ തിക്നെസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമ്മൾ നമ്മുടെ വീട്ടിലെ വയറിൻ്റെ കാര്യം ഓർക്കുക. ഒരു കോപ്പർ വയർ എടുക്കുന്നു. ആ കോപ്പറിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഒരു ഇൻസുലേറ്റർ മെറ്റീരിയൽ, ഒരു പ്ലാസ്റ്റിക് ചുറ്റുന്നു. ഒറ്റ ചുറ്റുന്നു. അപ്പോൾ എന്താ? അവിടുത്തെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യും. തിക്നെസ്സിന് ഓപ്പോസിറ്റ്. തിക്നെസ് അറിയാമല്ലോ, ഇങ്ങനൊരു കണ്ടക്ടറാണ്, അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു ഇത് കൊടുക്കുന്നു, ഇൻസുലേഷൻ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്താ? കൂടിക്കൊണ്ടിരിക്കുക. വീണ്ടും നമുക്ക് കൂട്ടാം, വീണ്ടും തിക്നെസ് ഇത്രയാകാം. ഓക്കെ, അപ്പോൾ തിക്നെസ് കൂടുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം സിൻസ് ദ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ഇൻക്രീസ്ഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഇൻക്രീസ്ഡ്. അതായത് സിലിണ്ടറിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ പുറത്തൂടെ നമ്മളൊരു ഇൻസുലേഷൻ കൊടുത്തു. അപ്പോൾ അവിടെ തിക്നെസ് കൂടുമ്പോൾ എന്താണ്? നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഈ സർഫസ് ഏരിയ കൂടുക. ഈ സിലിണ്ടറിൻ്റെ കേസിൽ എന്താ? നമ്മളിപ്പം വേറൊരു വലിയ ഇൻസുലേഷനൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? വീണ്ടും സർഫസിലെ ഏരിയ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോൾ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത് എന്ത്? ഈ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ ഇൻസുലേഷൻ കൊടുത്താലും കൂടിക്കഴിയും. അതായത് ഇൻസുലേഷൻ നമ്മൾ ഒരു തിക്നെസ്സിൽ കൊടുത്തു. ആ തിക്നെസ്സിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്തു. പക്ഷേ അവിടുത്തെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ദ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസസ്. അതായത് തിക്നെസ് നമ്മൾ ഇത് നോക്കി, ഇവിടെ ഒരു വയറുണ്ട്. ആ വയറിൻ്റെ പുറത്തൂടെ അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞാൽ R1 ആണ്. അതിൻ്റെ പുറത്തൂടെ നമ്മൾ എന്ത് ചെയ്തു? R2 എന്ന് റേഡിയസ് ഉള്ളൊരു ഇൻസുലേഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ തിക്നെസ് കൂടിയതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? പക്ഷേ അവിടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തു, പക്ഷേ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കൂടി. അപ്പോൾ നെറ്റ് വരുന്നത്, ടോട്ടൽ എഫക്റ്റ് വരുന്നത് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസസ്. ടോട്ടൽ എഫക്റ്റ് വരുമ്പോൾ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇഫ് വി ഗോ ഓൺ ഇൻക്രീസിങ് ദ തിക്നെസ് ഓഫ് ഇൻസുലേറ്റർ അറ്റ് പർട്ടിക്കുലർ തിക്നെസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ സ്റ്റാർട്ട് ഡിക്രീസിങ്. അതായത് ഈ ഒരു തിക്നെസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ തിക്നെസ് കൊടുത്തപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്തു. പക്ഷേ നമ്മൾ ആ തിക്നെസ്സിൽ കൂട്ടിക്കഴിയുമ്പോൾ, വീണ്ടും തിക്നെസ്സിനെ കൂട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? സർഫസ് ഏരിയ കൂടുന്നുണ്ട്, പക്ഷേ ഹീറ്റ് ട്രാൻസ്ഫർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എവിടെയോ ഒരു പോയിന്റിൽ, ഏതോ ഒരു പോയിന്റിൽ നമ്മൾ ഒരു തിക്നെസ് കൊടുത്തപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമമായി, പിന്നെ അങ്ങോട്ട് കുറയാൻ തുടങ്ങി. ഓക്കെ, അതായത് ഇതൊരു കണ്ടക്ടർ. ഓക്കെ, ആ കണ്ടക്ടറിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു ഇൻസുലേഷൻ കൊടുത്തു. അപ്പോൾ ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശിവമാർ കേൾക്കാവോ? ശിവമാർ, ഹലോ. അക്ഷയ് ഷാജി, കേൾക്കത്തില്ലേ പറയുന്നത്? കേൾക്കാം സാർ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ സാർ. ഓക്കെ. കേറിയിട്ടില്ലല്ലോ ഇനി. എന്തോ കേട്ടില്ല? ആ സാർ. കേൾക്കത്തില്ലേ? ആ കേൾക്കാം. ഓക്കെ, ക്രിട്ടിക്കൽ തിക്നെസ്സിനെ പറ്റി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പറയാം, എന്നിട്ട് ആദ്യം ഞാനൊന്നുകൂടെ പറയാം. അപ്പം നോക്കുക, ഇവിടെ ഒരു സിലിണ്ടർ ഞാൻ വരച്ചു, ഇവിടെ ഒരു വയർ വരച്ചു. ഓക്കെ, വയറെന്ന് പറഞ്ഞാൽ എന്താ? നീളത്തിൽ പോകുന്നത് ഒരു സിലിണ്ടറായിട്ട് എടുക്കുക. അതിൻ്റെ പുറത്ത് നമ്മളൊരു ഇൻസുലേഷൻ കൊടുത്തു. അപ്പോൾ ആ പുറത്ത് ഒരു ഇൻസുലേഷൻ കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തു. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ ഇൻക്രീസ് ചെയ്തു.
അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ ലോ വെച്ചിട്ട് എന്ത് ചെയ്തു? ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്തു. പക്ഷേ തിക്നെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ ഡിക്രീസ് ചെയ്യുന്നു. പക്ഷേ ടോട്ടൽ എഫക്റ്റ് വരുമ്പോൾ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ആണ്. അപ്പം പക്ഷേ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ ഇൻസുലേഷൻ്റെ കേസാണ് പറയുന്നത്. ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ തിക്നെസ്സിലെത്തുമ്പോഴത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആവും. പിന്നെ നമ്മൾ വീണ്ടും തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ, വീണ്ടും അതിൻ്റെ തിക്നെസ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡിക്രീസ് ചെയ്യും. അതായത് നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ആ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ തിക്നെസ്സിൽ മാത്രമായിരിക്കും. അതായത് ക്യൂ ഇൻഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്? തിക്നെസ്സിന്. ഓക്കെ, തിക്നെസ്സിന് ഇൻഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു പർട്ടിക്കുലർ കേസ് വരെ എത്തുമ്പോൾ എന്താ? സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ കൂടുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ തിക്നെസ്സിലെത്തുമ്പോഴത്തേക്ക് വീണ്ടും ആ തിക്നെസ് നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ സർഫസ് ഏരിയ ഓൾസോ ഇൻക്രീസ് ചെയ്യുകയാണ്. പക്ഷേ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോഴത്തേക്ക്, പർട്ടിക്കുലർ റേഡിയസിൽ എത്തുമ്പോഴത്തേക്ക് എന്താണ്? ആ ഹീറ്റ് ട്രാൻസ്ഫർ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് എഫക്റ്റീവായിട്ട് ഇൻസുലേഷൻ കിട്ടും. പറഞ്ഞത് മനസ്സിലായോ ഷോണെ? മനസ്സിലായി സാർ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതാ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. 1 second. ദ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസസ്. അതായത് നമ്മൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോഴും തിക്നെസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുന്നു? നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യും. ഇഫ് യു ഗോ ഓൺ ഇൻക്രീസിങ് ദ തിക്നെസ് ഓഫ് ഇൻസുലേറ്റർ അറ്റ് എ പർട്ടിക്കുലർ തിക്നെസ്. അതായത് ഒരു പർട്ടിക്കുലർ തിക്നെസ്സിന് ബിയോണ്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഡിക്രീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് ആക്ച്വലി നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ദ തിക്നെസ് അപ് ടു വിച്ച് ഹീറ്റ് ഫ്ലോ ഇൻക്രീസസ് ആൻഡ് ആഫ്റ്റർ വിച്ച് ഹീറ്റ് ഫ്ലോ ഡിക്രീസസ് ഈ ടേംഡ് ആസ് ക്രിട്ടിക്കൽ തിക്നെസ്. അതായത് നമ്മളൊരു തിക്നെസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹീറ്റ് ഫ്ലോ ഇൻക്രീസ് ചെയ്തു. ഒരു ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹീറ്റ് ഫ്ലോ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ദെൻ അതിനുശേഷം ഒരു പർട്ടിക്കുലർ തിക്നെസ്സിന് ശേഷം എന്ത് ചെയ്തു? ഹീറ്റ് ഫ്ലോ ഡിക്രീസ് ചെയ്തു. അപ്പം ആ പോയിന്റിനെയാണ് എന്ത്? ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. അത്രയും ഡിസ്റ്റൻസിനെയാണ് ക്രിട്ടിക്കൽ തിക്നെസ്. അതായത് ക്രിട്ടിക്കലാണത്. നമുക്ക് ആക്ച്വലി വേണ്ടത് ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് ഒരു കാരണവശാലും വെളിയിൽ പോകാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഹീറ്റ് വെളിയിൽ പോകാൻ പാടില്ലാതിരിക്കാൻ നമുക്ക് എത്രത്തോളം തിക്നെസ് കൊടുക്കണം? ഓക്കെ, എത്രത്തോളം തിക്നെസ് കൊടുക്കണം? ഈ ക്രിട്ടിക്കൽ തിക്നെസ്സിനേക്കാളും കൂടുതൽ കൊടുക്കണം. അപ്പം ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആകുന്ന കേസാണ്. ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആവുന്ന തിക്നെസ് ആണ് എന്ത്? ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, ആ ഹീറ്റ് ട്രാൻസ്ഫർ ആ പോയിന്റിൽ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആയിട്ട് അവിടുന്ന് വീണ്ടും ഹീറ്റ് ട്രാൻസ്ഫർ കുറയുകയാണ്. അതായത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കണ്ടക്ടർ എടുത്തു. ഇവിടെ ഒരു ഹീറ്റിംഗ് മെറ്റീരിയലാണ് ഇരിക്കുന്നത്. ആ ഹീറ്റിംഗ് മെറ്റീരിയലിൻ്റെ ചൂട് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഇൻസുലേഷൻ കൊടുത്തു. പക്ഷേ നമുക്ക് അറിയണം ആ ഇൻസുലേഷൻ കൊടുത്തത് കറക്റ്റ് ആണോ? നമുക്കിപ്പോൾ അതിൻ്റെ ഇൻസുലേഷൻ, ഇപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എടുത്തിട്ട് ഇപ്പോൾ ഒത്തിരി വലിയ ഇൻസുലേഷൻ കൊടുക്കാൻ പറ്റുമോ? അത് ഹാൻഡി ആയിരിക്കണം. പക്ഷേ അത് മിനിമം എത്രത്തോളം കൊടുക്കണം? അവിടെയാണ് നമ്മുടെ ചോദ്യം. മിനിമം എത്രത്തോളം തിക്നെസ് നമ്മൾ കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ ഹീറ്റ് ട്രാൻസ്ഫർ വെളിയിൽ പോകാതിരിക്കുകയുള്ളൂ. അപ്പം നമ്മളിതാ ഇവിടെ ഒരു ഇത് കൊടുത്തു, തിക്നെസ്സിലുള്ള ഇൻസുലേഷൻ കൊടുത്തു. പക്ഷേ അത് നമുക്കറിയില്ല എത്രത്തോളം ഉണ്ടെന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പം എന്ത് ചെയ്യുന്നു? ഈ പോയിന്റിൽ വരെ അവിടെ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആണ്. അതിനുശേഷം ഹീറ്റ് ട്രാൻസ്ഫർ കുറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്രിട്ടിക്കൽ തിക്നെസ്സിനേക്കാളും ഇച്ചിരി കൂടിയ ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഹീറ്റ് ഒട്ടും വെളിയിലേക്ക് പോകാതിരിക്കുന്നുള്ളൂ. അതായത് ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ ദ തിക്നെസ് അപ് ടു വിച്ച് ഹീറ്റ് ഫ്ലോ ഇൻക്രീസസ്. അതായത് ഹീറ്റ് ഫ്ലോ എവിടം വരെ ഇൻക്രീസ് ചെയ്യുന്നു, അതിനുശേഷം ഡിക്രീസ് ചെയ്യുന്നു, അതിനെയാണ് ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. ഏത് പോയിന്റിൽ വരെ ഇൻക്രീസ് ചെയ്യുന്നു, ഏത് പോയിന്റിന് ശേഷം ഡിക്രീസ് ചെയ്യുന്നു, അതിനെ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് സിലിണ്ടേഴ്സ് ആൻഡ് സ്പിയേഴ്സ് ഇറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ റേഡിയസ്. ഓക്കെ, ഇനി സിലിണ്ടറിൻ്റെ സ്പിയറിൻ്റെ കേസ് എടുത്താൽ എന്താണ്? ഡിസ്റ്റൻസ് അല്ല, അവിടെ റേഡിയസ്. ഓക്കെ, ഇതാ ഈ R1 എന്ന് പറഞ്ഞുള്ളൊരു ഇതൊരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിൻ്റെ ചുറ്റും എന്താണ്? ഒരു ഇൻസുലേഷൻ കൊടുത്തു. അപ്പോൾ അത് ഇവിടം വരെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം നടക്കുന്നതെങ്കിൽ ആ R2 എന്നുള്ളതിനെ നമുക്ക് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? ക്രിട്ടിക്കൽ റേഡിയസ്
ദ ക്രിട്ടിക്കൽ റേഡിയസ് ഈസ് ഡിഫൈൻഡ് ആസ് RC എന്ന് ചെയ്യുന്നത് ആസ് ഔട്ടർ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഫോർ വിച്ച് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈസ് മാക്സിമം. അവിടെയാണ് പോയിന്റ്. അതായത് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ആണ്. ഓക്കെ, എവിടെ? ഫോർ വിച്ച് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈസ് മാക്സിമം. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് മാക്സിമം ആകുന്ന ഇൻസുലേഷൻ്റെ ഔട്ടർ റേഡിയസ്. ഓക്കെ, ഇൻസുലേഷൻ്റെ ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത് അതല്ല, ഇൻസുലേഷൻ നമ്മൾ എത്രത്തോളം കൊടുത്തു, ഓക്കെ, ആ റേഡിയസിനെയാണ് എന്ത് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ മാക്സിമം ആവുന്നു. ഓക്കെ, ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അത് എഫക്റ്റീവ് അല്ല. ആ ക്രിട്ടിക്കൽ തിക്നെസ്സിനേക്കാൾ ഇച്ചിരി കൂടിയത് കൊടുത്തെങ്കിൽ മാത്രമേ ഹീറ്റ് ഒട്ടും വെളിയിൽ പോകാതിരിക്കത്തുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ തിക്നെസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ വേറൊരു പോയിന്റിൽ പറഞ്ഞാൽ ദ ക്രിട്ടിക്കൽ തിക്നെസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഫോർ വിച്ച് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈസ് മാക്സിമം. ഓക്കെ, സെയിം മറ്റേ റേഡിയസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിക്നെസ് എന്താണെന്ന് ഞാൻ ഇനിയും എപ്പം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു തിക്നെസ് ആണ്, ഇൻസുലേഷൻ്റെ തിക്നെസ് ആണ്. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ മാക്സിമം ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ക്രിട്ടിക്കൽ തിക്നെസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ അമൽജിത്തെ പറഞ്ഞത് എന്താണെന്നുള്ളത്? ചെറിയ ഐഡിയെങ്കിലും കിട്ടിയോ അമൽജിത്ത്? അമൽജിത്ത് കേൾക്കുന്നില്ലേ? ഞാൻ അറ്റൻഡൻസ് തരില്ല കേട്ടോ, ഞാൻ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യില്ല. അമൽദേവ് കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ. മനസ്സിലായോ പറഞ്ഞ ക്രിട്ടിക്കൽ തിക്നെസ് എന്താണെന്ന്? എന്തായിരിക്കും? ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം, ചുമ്മാ ഒന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ പറഞ്ഞു വെച്ചിട്ട്? ഒരു ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിലിണ്ടർ ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചില്ലേ? സത്യം പറ. സത്യം പറഞ്ഞാല് ശ്രദ്ധിച്ചു, അത്ര ഇതായിട്ട് മനസ്സിലായില്ല. അക്ഷയ്, ഷാജി മനസ്സിലായോ? സാർ. ഷോൺ, ഷെറിൻ മനസ്സിലായോ? ഐഷാഖ് മനസ്സിലായി സാർ. മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ, എന്താ വൈശാഖ് ഒന്ന് പറയോ എന്താണ് മനസ്സിലായെന്നുള്ളത്? ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറഞ്ഞാല് ഈ ഔട്ടർ റേഡിയസ് അല്ലേ ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ ഇൻസുലേഷൻ, ഒരു വയറിന് ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ അതിൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് പോയിന്റിലാണോ അവിടെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് എന്നും പറയും. ക്രിട്ടിക്കൽ തിക്നെസ് അല്ലെ സിലിണ്ടറിന്റെ കേസ് വരുമ്പോൾ ക്രിട്ടിക്കൽ റേഡിയസ്. ഇനി അത് കഴിഞ്ഞാൽ, ആ ക്രിട്ടിക്കൽ തിക്നെസ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യും. ഓക്കെ, നമുക്ക് വേണ്ടിയത്, നമ്മുടെ പർപ്പസ് എന്താ? ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് വെളിയിൽ പോകാൻ. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞു, ശ്രദ്ധിക്കുക, പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞു ഇൻസുലേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാക്സിമം ആവും. ഓക്കെ, പക്ഷെ ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാക്സിമം ആയ ഇത് ഒഴിവാക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു ടേമിനെ ഡിഫൈൻ ചെയ്ത് ക്രിട്ടിക്കൽ തിക്നെസ്. ഇപ്പോൾ ക്രിട്ടിക്കൽ തിക്നെസ് എന്താണ്? ഇനി ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടക്ടറിന് ചുറ്റും, ഒരു വയറിന് ചുറ്റും, അല്ലെങ്കിൽ ഒരു ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന എന്തിനേലും ചുറ്റും ഒരു ഇൻസുലേഷൻ കൊടുത്തു. അപ്പോൾ ആ ഇൻസുലേഷൻ കൊടുത്ത് ഹീറ്റ് വെളിയിൽ പോകാതിരിക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവലിൽ വരെ ഇൻസുലേഷൻ്റെ അവിടെ വരെ ഹീറ്റ് മാക്സിമം ആവും. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനെയാണ് ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി ആ ക്രിട്ടിക്കൽ തിക്നെസ്സിനേക്കാളും കൂടുതൽ തിക്നെസ് കൊടുത്തെങ്കിൽ മാത്രമേ ഹീറ്റ് വെളിയിൽ പോകാതിരിക്കത്തുള്ളൂ. അമൽദേവേ മനസ്സിലായോ പറഞ്ഞേ? അല്ലെ വീണ്ടും പറഞ്ഞുതരാം, മനസ്സിലായോ? ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം. ഇതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്രിട്ടിക്കൽ റേഡിയസ് ശ്രദ്ധിച്ചിരിക്കട്ടോ. ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഫോർ സിലിണ്ടർ. ഓക്കെ, അപ്പോൾ സിലിണ്ടറിൻ്റെ കേസിൽ നമ്മൾ ക്രിട്ടിക്കൽ തിക്നെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ ആ ഡെറിവേഷനായിട്ട് പഠിക്കണ്ട, അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇത് മനസ്സിലാക്കണം എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഡെറിവേഷൻ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, ഈ ഇക്വേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, കൺസിഡർ എ സിലിണ്ടറിക്കൽ പൈപ്പ് ഓഫ് ഔട്ടർ റേഡിയസ് R1. അതായത് നമ്മളൊരു സിലിണ്ടറിക്കൽ പൈപ്പ് ഇതാണ്, അതിൻ്റെ ഔട്ടർ റേഡിയസ് R1 എന്നെടുത്തു. ഓക്കെ, ദെൻ ഹൂസ് ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ ഈസ് T1 ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മിനിറ്റ് ഇത് തുടച്ച് കളയട്ടെ.
പോയിന്റർ എടുക്കാം. ഓക്കെ, ഇത് നോക്കുക, ഇതാണ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ റേഡിയസ് ആണ് കേട്ടോ. ഏതിൻ്റെ? ഇതൊരു സിലിണ്ടറാണ്. ഈ റോസ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സിലിണ്ടറാണ്. ഓക്കെ, ആ വെളിയിലത്തെ എടുക്കേണ്ട റോസ് കളറിൽ കാണിച്ചിരിക്കുന്ന സിലിണ്ടറാണ്. എന്താണ്? ഒരു കോപ്പർ വയർ എന്ന് പറഞ്ഞ ഒരു സിലിണ്ടറാണ്. ഒരു ചെറിയ വയർ എന്ന് പറഞ്ഞ സിലിണ്ടറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇന്നർ റേഡിയസ് ഇപ്പോൾ ഇതിൽ തന്നിട്ടില്ല. ഔട്ടർ റേഡിയസ് R1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഹൂസ് ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ, അതായത് ഇതിൻ്റെ ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1. ഇവിടുത്തെ ടെമ്പറേച്ചർ, ഔട്ടർ സർഫസിലെ ടെമ്പറേച്ചർ T1 എന്ന് തന്നിട്ടുണ്ട്. ദെൻ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. 10 ആണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ 100 ആണെങ്കിൽ 100. ദ പൈപ്പ് ഈസ് നൗ ഇൻസുലേറ്റഡ് വിത്ത് മെറ്റീരിയൽ ഹൂസ് തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് K ആൻഡ് ഔട്ടർ റേഡിയസ് R2. ദെൻ ആ സിലിണ്ടറിൻ്റെ പൈപ്പിൻ്റെ ഹീറ്റ് വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഇൻസുലേഷൻ കൊടുത്തു. എന്തെങ്കിലും ആസ്പെറ്റോസോ പ്ലാസ്റ്റിക് കൊടുക്കാൻ പറ്റില്ല, ഉരുകി പോവുക. അങ്ങനെ ആസ്പെറ്റോസ് നമ്മൾ കൊടുത്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ റേഡിയസ് എന്തെടുത്തു? R2 എന്നെടുത്തു. അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K എന്നെടുത്തു. ഓക്കെ, ദെൻ ഹീറ്റ് ലോസ് ഫ്രം ദ പൈപ്പ് ടു ദ സറൗണ്ടിങ് മീഡിയം അറ്റ് ടെമ്പറേച്ചർ T വിത്ത് എ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് H. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ സർഫസിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ വെളിയിലേക്ക് പോകുന്നു. അതായത് ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് പാസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്ന് വെളിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അത് ഈ പോയിന്റിൽ വരെ എത്തി. ഈ പോയിന്റിൽ വരെ എത്തിയപ്പോൾ, ഈ റേഡിയസിൽ വരെ എത്തിയപ്പോൾ അത് കണ്ടക്ഷൻ ആയിരുന്നു അല്ലേ? ഇൻസുലേഷൻ്റെ അവിടെ അത് കണ്ടക്ഷൻ ആയിരുന്നു. സോളിഡ് പാർട്ടാണ്. വൺ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ പറഞ്ഞു നിർത്തിയിരുന്നു. ഇത് നോക്കിയേ, കേൾക്കുന്നുണ്ടോ അമൽജിത്ത്? ഓണാക്കി വെച്ചിട്ട് കേൾക്കുന്നു. വൈശാഖ് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു, ഒരു റേഡിയസ് R1 ഉള്ള ഒരു മെറ്റീരിയൽ എടുത്തു, അതിൻ്റെ പുറത്ത് ഇൻസുലേഷൻ ചെയ്തു, തെർമൽ കണ്ടക്ടിവിറ്റി K, അതേപോലെ റേഡിയസ് R2 എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് R ഇൻസുലേഷൻ നിന്നെടുത്തു. ഓക്കെ, അതിനുശേഷം വെളിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു പോകുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിൽ എന്താണ്? ഫ്ലൂയിഡാണ്, എയർ ആണ്. അപ്പോൾ എയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിനെ നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോഴും ബേസ് മനസ്സിലാകാത്തവരുണ്ട്, അത് മനസ്സിലാക്കുക. ദെൻ R കൺവെക്ഷൻ, അവിടെ R കൺവെക്ഷൻ എടുത്തു. അപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ T∞ എന്നെടുത്തു. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റി K വന്നെങ്കിൽ ഇവിടുത്തെ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ത് വരും? H എന്ന് വരും. അതായത് കൺവെക്ഷൻ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, then the rate heat transfer from the insulated pipe to the surroundings air can be expressed as, അതായത് ഇതിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? Q equal to delta T divided by R, നമ്മുടെ ബേസിക് ഇക്വേഷൻ. delta T divided by R. ഇപ്പോൾ T1 മൈനസ് C ഇൻഫിനിറ്റി, T1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ, അതുപോലെ T∞ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയർ. അപ്പോൾ T1 മൈനസ് T∞ എന്താണ്? ഡെൽറ്റ T. ഇനി R ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ടോട്ടൽ R ആണ്. ടോട്ടൽ R എന്നുള്ളത് നമുക്കറിയാം എന്താണെന്ന്. ഈ ഇൻസുലേഷനും കൂടെ കൂട്ടി, ഇതിൻ്റെ തിക്നെസ് കൂടെ, റെസിസ്റ്റൻസ് കൂടെ കൂട്ടിയാണെന്നറിയാം. അപ്പം ഡെൽറ്റ ടിയുടെ R എന്ന് പറയുമ്പം R ഇൻസുലേഷൻ പ്ലസ് R കൺവെക്ഷൻ, ഇവിടുത്തെ റെസിസ്റ്റൻസ് പ്ലസ് ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി അവിടുത്തെ നമുക്കറിയാം സിലിണ്ടറിൻ്റെ ഇന്നർ, അത് ഡേറ്റാ ബുക്കിൽ നിന്ന് എടുത്താണ്. ln/R2/R1 / 2πLk ആണ്. അതുപോലെ കൺവെക്ഷൻ്റെ 1/H2 2πR2L ആണെന്ന് നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ എടുത്ത് എഴുതി. അതാണ് ടോട്ടൽ എന്ന് വരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. ഓക്കെ, ഇനി ദ ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ പറയുന്നത് ദ വേരിയേഷൻ ഓഫ്
Q with outer radius of the insulation R2 is plotted on figure. ഓക്കെ, നിങ്ങൾ ആ ഇക്വേഷൻ മനസ്സിൽ ഓർത്ത് വെക്കുക, അതവിടെ നിൽക്കട്ടെ, ബാക്കി പറയാം. The variation of Q with the outer radius of the insulation R2 is plotted in figure. അതായത് Q ഇത് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വേരിയേഷൻ, ഇത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, ഇത് റേഡിയസ് ആണ്. ഓക്കെ, നമുക്ക് അറിയേണ്ടത് തിക്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് ആക്സിസ് റേഡിയസും വൈ ആക്സിസ് Q എടുത്തു. ഓക്കെ, അമൽദേവ് ശ്രദ്ധിക്കുന്നുണ്ടോ? സാർ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഈ ഇതെന്ന് പറയുന്നത് R2 ആണ്. അതായത് R2 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു, ഇതിപ്പോൾ ഇത് കൂടാം, ഒന്ന് ഇവിടെ വരാം. അപ്പോൾ R2 എത്രത്തോളം വരുന്നു, എത്രത്തോളം എഫക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ് ഈ ട്രാൻസ്ഫറിൻ്റെ അനുസരിച്ച്. ഓക്കെ, ദ വാല്യൂ ഓഫ് R2 അറ്റ് വിച്ച് Q റീച്ചസ് എ മാക്സിമം ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ദ റിക്വയർമെൻറ്റ് ദാറ്റ് dQ/dR2 = 0 സ്ലോപ്പ്. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ അതിനു മുമ്പ് ഒന്ന് നോക്കുക. ഇവിടെയായിരുന്നു നമ്മുടെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ. ഇതാ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. Q ബെയർ എന്ന് പറയുമ്പോൾ ഈ R1 റേഡിയസിലുള്ള ഇവിടെ നിന്നാണ് ഹീറ്റ് ട്രാൻസ്ഫർ തുടങ്ങിയത്. ആ പോയിന്റാണിത്. അവിടെ നിന്ന് എന്തെടുത്തു, ഹീറ്റ് ട്രാൻസ്ഫർ ഇതാ ഇങ്ങനെ പെതുക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യുന്നു, റേഡിയസ് കൂടുമ്പോഴത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആവുന്നു. എന്തുകൊണ്ട്? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ തിക്നെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓൾറെഡി കുറയണം, പക്ഷേ നെറ്റ് എഫക്റ്റ് വരുമ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആയി ഒരു പോയിന്റിലെത്തുന്നു. ഓക്കെ, ആ പോയിന്റിനെയാണ് എന്ത്, ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. ദെൻ ആ ഹീറ്റ് ട്രാൻസ്ഫർ ഒരു റേഡിയസ് കഴിഞ്ഞപ്പോൾ, ആ ക്രിട്ടിക്കൽ റേഡിയസ് കഴിഞ്ഞപ്പോൾ കുറയുന്നു. ഓക്കെ, ക്രിട്ടിക്കൽ റേഡിയസ് കഴിയുമ്പോൾ കുറയുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഈ ഗ്രാഫിൽ നിന്ന്. ഇപ്പം നമ്മളൊരു ബോയിലർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യുന്ന ആ സാധനം, അത് നമുക്ക് ഒട്ടും ഹീറ്റ് വെളിയിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ എന്തെടുക്കുന്നു, നമ്മൾ അതിൻ്റെ ക്രിട്ടിക്കൽ തിക്നെസ് അനലൈസ് ചെയ്തതിന് ശേഷം അതിന് കൂടുതലുള്ള തിക്നെസ് എടുക്കുന്നു. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഹീറ്റ് ഒട്ടും വെളിയിലേക്ക് പോയിരിക്കുന്നുള്ളൂ. ഈ സർഫസിൽ ഇതാണ് Q ബെയർ. അവിടെ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ പതുക്കെ ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതൊരു പോയിന്റ് ഓഫ് മാക്സിമം എത്തുന്നു. ഓക്കെ, ദെൻ ആ പോയിന്റ് ഓഫ് മാക്സിമം എത്തിയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യുന്നില്ല, ഡിക്രീസ് ചെയ്യുന്നു. നോക്കി, ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫർ. റേഡിയസ് പക്ഷേ കൂടുന്നുണ്ട്. റേഡിയസ് കൂടുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഡിക്രീസ് ചെയ്യുകയാണ്. എന്നാൽ ഈ ക്രിട്ടിക്കൽ തിക്നെസ് വരെ എന്തായിരുന്നു, റേഡിയസ് കൂടുന്തോറും ഹീറ്റ് ട്രാൻസ്ഫറും ഇൻക്രീസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ. എനിക്ക് വീണ്ടും ഒന്നുകൂടെ ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ വാല്യൂ, അതായത് എങ്ങനെയാണ് കണ്ടുപിടിക്കണം, ഇവിടുത്തെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, തൊട്ട് മുമ്പ് കിട്ടിയതായി ഈ ഇക്വേഷനെ എന്ത് ചെയ്യുന്നു, R2 വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. dQ/dR2 = 0 എന്ന് പറഞ്ഞെടുക്കുന്നു. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കുന്നു. അത് ഈക്വൽ ടു 0 എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഡെറിവേഷൻ. അത് നിങ്ങൾ പഠിക്കണ്ട. പെർഫോമിംഗ് ദ ഡിഫറൻസിയേഷൻ ആൻഡ് സോൾവിങ് ഫോർ R2 yields the critical radius of the insulation for a cylindrical body to be. അതായത് നമ്മൾ അതിൽ നിന്നൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ക്രിട്ടിക്കൽ റേഡിയസ് സിലിണ്ടർ എന്ന് പറയുന്നത് K/H എന്ന് കിട്ടും. K/H എന്ന് കിട്ടും. അപ്പോൾ K എന്താണ്, ഇവിടുത്തെ തെർമൽ കണ്ടക്ടിവിറ്റി അല്ലേ. H എന്ന് പറയുന്നത് ഔട്ടർ സർഫസിലെ കൺവെക്ഷൻ കോഎഫിഷ്യന്റ് അല്ലേ. അപ്പോൾ നോട്ട് ദാറ്റ് ദ ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഡിപ്പെൻഡ് ഓൺ ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഇൻസുലേഷൻ. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കണം, അതായത് ഇതിൻ്റെ അർത്ഥം എന്താ, ക്രിട്ടിക്കൽ റേഡിയസ് സിലിണ്ടറിൻ്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൺവെക്ഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, K ആൻഡ് ദ എക്സ്റ്റേണൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ H എന്നുള്ളത് ഇൻസൈഡിലെ H അല്ല, ഔട്ട്സൈഡിലെ H ആണ്. അപ്പം ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് K/H ആണ്. അപ്പം നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് അല്ലെ ക്രിട്ടിക്കൽ തിക്നെസ്, ക്രിട്ടിക്കൽ റേഡിയസ് ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ കേസിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിലിണ്ടറിക്കൽ ബോഡി ടു ബി, അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ എഴുതേണ്ടതാണ്. സിലിണ്ടർ എന്ന് പറയുന്നത് K/H ആണ്. അതായത് മറ്റേ തൊട്ട് മുമ്പുള്ള ഇക്വേഷൻ നമ്മൾ ഈക്വൽ ടു 0 dQ/dR2 = 0 ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് കോൺസ്റ്റന്റിനെ എടുത്തുകൊണ്ട് കിട്ടിയതാണ് K/H എന്നുള്ളത്. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലായത്, അതായത് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന തെർമൽ കണ്ടക്ടിവിറ്റി, ഇൻസുലേഷൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയും അതുപോലെ എക്സ്റ്റേണൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റിനെയാണ്, ഇവിടുത്തെ H-നെയുമാണ്. ഇൻസൈഡ് അല്ല. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിലിണ്ടർ increases with the addition of insulation
R2 greater. അതായത് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ് നിങ്ങൾ വായിച്ച് ശരിക്കും മനസ്സിലാക്കുക. അതായത് ഈ ഒരു അപ് ടു ഇവിടം വരെ RCR ഈക്വൽ ടു K/H വരെ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യും. ദെൻ R2 എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. Then insulating the pipe may actually increase the rate of heat transfer from the pipe instead of decreasing when R2 less than RCR. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, the discussions above can be repeated for a sphere. അതേ സെയിം സാധനം നമ്മൾ സ്ഫിയറിന് പറഞ്ഞു കഴിഞ്ഞാൽ and it can be shown in a similar manner that the critical radius of insulation for a spherical shell. സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ടാവും, നമ്മൾ പഠിക്കേണ്ട. RCR സ്ഫെറിക്കൽ ഈക്വൽ ടു, അതായത് ക്യൂവിൻ്റെ സ്ഫെറിക്കലിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡാറ്റ ബുക്കിൽ നിന്ന് എടുത്ത് എഴുതുക. അതിനെ dQ/dR2 ഈക്വൽ ടു 0 എന്ന് എഴുതുക. അതിൽ നിന്ന് നമുക്ക് കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് കിട്ടും? 2K/H എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് K/H ആയിരുന്നു, പക്ഷേ സ്ഫിയറിൻ്റെ 2K/H കിട്ടി. അപ്പോൾ K is the thermal conductivity of the insulation and H is the convection heat transfer coefficient on the outer surface. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്, 2K/H. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതാ അടുത്തൊരു കാര്യം കൂടെ, നമ്മൾ ഒരു 2 കേസ് എടുക്കുന്നു. ഓക്കെ, നമ്മളൊരു ഇലക്ട്രിക്കൽ കേബിൾ എടുക്കുന്നു, അതേപോലെ നമ്മളൊരു സ്റ്റീം ക്യാരിയിങ് പൈപ്പ് എടുക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക്കൽ കേബിളിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കറണ്ട് അടിക്കരുത്. ഇലക്ട്രിക്കൽ കേബിളിനകത്തൂടെ കറണ്ടാണ് പോകുന്നത്. ആ കറണ്ട് നമ്മൾ അവിടെ തൊടുമ്പോൾ അടിക്കരുത്. അങ്ങനെ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഇൻസുലേഷൻ്റെ പർപ്പസ്. എന്നാൽ ഒരു സ്റ്റീം ക്യാരിയിങ് പൈപ്പിലാണെങ്കിൽ അവിടെ സ്റ്റീം ഉണ്ടാക്കുന്നത് ഹീറ്റിന് വേണ്ടിയാണ്, ഹീറ്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ആ സ്റ്റീം ക്യാരിയിങ് പൈപ്പിൽ കൂടെ ഒട്ടും ഹീറ്റ് വെളിയിൽ പോകാൻ പാടില്ല. ഓക്കെ, പക്ഷേ ഇലക്ട്രിക്കൽ കേബിളിൽ കൂടെ ഹീറ്റ് വെളിയിൽ പോയാൽ പ്രശ്നമില്ല, നമുക്ക് കറണ്ട് ഇടിക്കരുന്നാൽ മതി. നമ്മുടെ പർപ്പസ് അതാണ്. ഓക്കെ, എന്നാൽ സ്റ്റീം ക്യാരിയിങ് പൈപ്പിൽ ഒരു സ്റ്റീം പോകുന്നിടത്തൂടെ നമുക്ക് കറണ്ട് അടിക്കില്ല, പക്ഷേ ഹീറ്റ് ഒട്ടും വെളിയിൽ പോകാൻ പാടില്ല. നമ്മുടെ പർപ്പസ് അതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഹീറ്റ് ഈ കൊടുക്കേണ്ടത്, അതിൻ്റെ തിക്നെസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വെൻ R0 ഈക്വൽ ടു RC, അതായത് ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റേഡിയസ് ആയി, ദെൻ Q വിൽ ബി മാക്സ്. അപ്പോൾ അറിയാം Q എന്താണ്, മാക്സിമം പോയിന്റിലെത്തി, ക്രിട്ടിക്കൽ റേഡിയസ് മാക്സിമം പോയിന്റിലെത്തി. അപ്പോൾ എന്താ, ഈ മാക്സിമം പോയിന്റിലെത്താൻ ഇവിടം വരെയും കുറയുന്ന ഈ ഇത്രയും റീജിയനെ റീജിയൻ 1 എന്ന് എടുക്കാം. ഓക്കെ, ഇത്രയും റീജിയനെ ഇതാ റീജിയൻ 1 എന്ന് എടുക്കാം. അപ്പോൾ റീജിയൻ 1 ഈസ് ദ റെക്കമെൻഡഡ് റീജിയൻ. അതൊരു റെക്കമെൻഡഡ് റീജിയൻ ആണ്. എവിടെ? that is recommended outer radius of insulation for electrical cable so that heat transfer is increased. അതായത് ഈ ക്രിട്ടിക്കൽ റേഡിയസ് ഇവിടെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഈ റീജിയൻ 1 നമുക്ക് എന്തെടുക്കാം, അവിടം വരെ ഇൻസുലേഷൻ നമുക്ക് കൊടുക്കാം. അത് കൂട്ടേണ്ട കാര്യമില്ല, ഒത്തിരി നമുക്ക് വയറിൻ്റെ സൈസ് കൂട്ടേണ്ട കാര്യമില്ല. നമ്മുടെ ഉദ്ദേശം കറണ്ട് അടിക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റീജിയൻ 1 ഓക്കെയാണ്, ഈ ഹീറ്റ് ഇച്ചിരി വെളി വന്നാലും കുഴപ്പമില്ല. എന്നാൽ നമുക്ക് സ്റ്റീം ക്യാരിയിങ് പൈപ്പ് ഇത് റീജിയൻ 2 എന്ന് എടുക്കുക. ഇതിന് ശേഷമുള്ള ഈ പോയിന്റിന് ശേഷമുള്ള റീജിയൻ 2 ഈസ് ദ റെക്കമെൻഡഡ് ഔട്ടർ റേഡിയസ് ഫോർ ഇൻസുലേഷൻ ഫോർ സ്റ്റീം ക്യാരിയിങ് പൈപ്പ്. അതായത് നമുക്ക് ഇങ്ങോട്ട് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ റേഡിയസ് കൂടുന്നതോറും കുറഞ്ഞോണ്ടിരിക്കുക. സ്റ്റീം ക്യാരിയിങ് പൈപ്പിൽ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മളുടെ കുറയണം. അപ്പോൾ ഈ റീജിയൻ 2വിൻ്റെ ഇങ്ങോട്ടുള്ള റേഡിയസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതായത് എളുപ്പം എന്നല്ല, സോറി, ആപ്റ്റ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് ഇവിടം വരെ കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആവും, ഇവിടം വരെ കൊടുത്താലും ഹീറ്റ് ട്രാൻസ്ഫർ പിന്നെയും വരും. പക്ഷേ നമുക്ക് വീണ്ടും ഹീറ്റ് ട്രാൻസ്ഫർ റേഡിയസ് കൂടുന്തോറും ഹീറ്റ് ട്രാൻസ്ഫർ കുറയണമെങ്കിൽ ഇതിനപ്പുറമുള്ള റീജിയനിലുള്ള റേഡിയസ് എടുക്കണം. അപ്പം നമുക്ക് എന്ത് കൊടുക്കണം, ഇവിടം വരെ 10 ആയിരുന്നു അതിൻ്റെ റേഡിയസ് എങ്കിൽ, ഓക്കെ, അത് നമുക്ക് എന്തെടുക്കാം, ഇലക്ട്രിക്കൽ കേബിളിന് എടുക്കാം. കാരണം കറണ്ട് അടിക്കാതിരിക്കേ ഉള്ളൂ, ഹീറ്റ് വെളിയിലേക്ക് പോയാൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ സ്റ്റീം ക്യാരിയിങ് പൈപ്പിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് അത് 15 അല്ലെ 20 അല്ലെ 30 റേഡിയസ് എടുക്കണം. കാരണം എന്തുകൊണ്ടാണ്, ഹീറ്റ് ഒട്ടും വെളിയിൽ പോകാൻ പാടില്ല. ഓക്കെ, അമൽദേവ് മനസ്സിലായോ പറഞ്ഞത്, ക്രിട്ടിക്കൽ റേഡിയസ് എന്താണെന്നുള്ളത്? അമൽദേവ് എന്താ ഒന്ന് പറഞ്ഞേ, തിരിയുന്നില്ല, എത്ര അടുപ്പിച്ചിട്ട് പറ. ക്രിട്ടിക്കൽ നമ്മളൊരു മനസ്സിലായിട്ടില്ല? മനസ്സിലായി, സ്റ്റാർട്ടിങ് ഒരു ഇതിന്റെ കാര്യം വെച്ചിട്ട് പറഞ്ഞോ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ വെച്ചിട്ട് നമ്മളൊരു പറഞ്ഞോ.
ഹീറ്റ് നമ്മളൊരു ക്രിട്ടിക്കൽ പൊസിഷനിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അല്ല പറഞ്ഞു ശരിയാ. ഒരു ക്രിട്ടിക്കൽ പൊസിഷനിൽ നമ്മളൊരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ അല്ല ഒരു പോയിന്റിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു ഇതില് പറഞ്ഞോ, ആലോചിച്ച് പറഞ്ഞോ. അതായത് നമ്മളൊരു ചൂടായിട്ടുള്ള ഒരു ഇതെടുക്കുക, ഒരു റോഡ് എടുക്കുക, നമ്മൾ ചുട്ടു പഴുപ്പിച്ച തീയിലകത്ത് വെച്ചൊരു റോഡ് എടുക്കുക. അതിനെ നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല, അതിന് പകരം നമ്മൾ എന്തെടുക്കും, തുണി വെച്ച് പിടിക്കും. അപ്പോൾ ആ തുണി നമ്മൾ പെട്ടെന്ന് ആക്ട് ചെയ്ത ഒരു ഇൻസുലേഷനായിട്ട് അല്ലേ. അപ്പം നമ്മൾ ആ തുണി ആദ്യം ഒരു ചെറിയ തിക്നെസ്സിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മുടെ കൈ വീണ്ടും പൊള്ളി. എന്നാൽ ആ തുണിയുടെ തിക്നെസ് കൂട്ടി കൂട്ടി നമ്മൾ ഒട്ടും വരാത്ത രീതിയിലാക്കി അല്ലേ. അപ്പോൾ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ ഒട്ടും അവിടെ നടന്നില്ല. അതായത് നടന്നു, ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു, പക്ഷെ നമ്മുടെ കയ്യിലേക്ക് എത്തിയില്ല തുണിയുടെ സൈസ് കൂട്ടിയപ്പോൾ. ആദ്യമേ നമ്മുടെ ഒരു കമ്പി എടുത്തു, ഒരു ചുട്ടുപഴുത്ത കമ്പി എടുക്കുക, അത് നമ്മുടെ കൈ കൊണ്ട് പിടിക്കണം. ആരെങ്കിലും പറഞ്ഞാൽ അതെടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെക്കണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് പിടിച്ചാൽ നമ്മുടെ കൈ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു തുണി കൂട്ടി പിടിച്ചു. തുണി കൂട്ടി പിടിച്ചപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് തൊട്ടപ്പെടുത്തി മനസ്സിലായി അവിടെ ഹീറ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം നമ്മളെന്തെടുത്ത് കുറച്ചുകൂടെ കൂട്ടി അല്ലേ. കുറച്ചുകൂടെ കൂട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറ്റ് ഒട്ടും വരുന്നില്ല. അതിൻ്റെ അർത്ഥം ഹീറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആയി, പിന്നെ അവിടുന്ന് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പം ഈ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? അഭിഷേക്, ആരോമലേ സാർ ഡൗട്ട് ഇല്ല, മനസ്സിലായി. എന്താ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ പറ്റുമോ? എന്നുവെച്ചാൽ എന്താണ് മനസ്സിലായി? സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു, റോഡ്. റോഡ്. റോഡിന് നമ്മൾ തുണിയായിട്ട് ആക്ട് ചെയ്യുന്നത്. അതെ, വെച്ചാൽ എങ്ങനെയാണ് നിനക്ക് മനസ്സിലായെന്ന് പറയാം. എനിക്ക് പറഞ്ഞതാ എങ്ങനെയാണ് ക്രിട്ടിക്കൽ ഇൻസുലേഷൻ എന്നുള്ളത്, എന്താണ് ക്രിട്ടിക്കൽ തിക്നെസ് എന്നുള്ളത്. ഇൻസുലേഷൻ അല്ല, സോറി സാറേ. ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത് നമ്മളൊരു ചൂടായിട്ടുള്ള ഒരു വസ്തു പിടിക്കാൻ നേരത്തെ അവിടെ ഒരു മീഡിയം ഉപയോഗിക്കുമല്ലോ. മീഡിയം ഉപയോഗിക്കും. ആ മീഡിയത്തിനല്ലേ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്? ആ മീഡിയത്തിന് ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയും. ഇപ്പൊ നീ അവിടെ കണ്ടക്ട് ചെയ്യാതിരിക്കുന്ന അല്ല, ആ മീഡിയത്തിനെയാണോ പറയുന്നത് ക്രിട്ടിക്കൽ തിക്നെസ് എന്നുള്ളത്? മീഡിയത്തിനല്ല സാറേ, ആ കണ്ടക്ട് ചെയ്യുന്ന. പറഞ്ഞോ. നീ തെറ്റാണെങ്കിലും പറഞ്ഞു, ശരിയാക്കാൻ വേണ്ടിയാ ചോദിക്കുന്നത്. പറഞ്ഞു. കണ്ടക്ട് ചെയ്യാതിരിക്കുന്ന ആ പോയിന്റ്. അതെ, കണ്ടക്ട് ചെയ്യാതിരിക്കുന്ന പോയിന്റ് അല്ല. ഒന്നുകൂടെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ശരിയാണ് നീ പറഞ്ഞത്, നിനക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ ടെക്നിക്കൽ വർക്കുകൾ വരണം. അതായത് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ ആ റെക്കോർഡിങ് ഓഫ് ആയിക്കോട്ടെ.